അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരാൾ വരാൻ വേണ്ടി മയ്യത്ത് കുറേ വെക്കുന്നത് നല്ല കാര്യമല്ല. നമുക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. വല്യപ്പോ അല്ലെങ്കിൽ വാപ്പ് മരിച്ചാൽ മോന് വരാൻ വേണ്ടിയിട്ട് അത് വരെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ വന്നു പോയവരും പോകാത്തവരൊക്കെ ഉണ്ടാവും. ഏതായാലും മയ്യത്ത് കാണാനൊരു പ്രത്യേകമോ അതിന്റെ ആവശ്യമില്ല. കാരണം ഇയാൾ വന്നിട്ട് ആ മയ്യത്തിന് ആഖിറത്തിന്റെ പ്രത്യേക ഒരു ഫലം അവിടെ കിട്ടാനില്ല. അതുകൊണ്ട് മയ്യത്തിന് ഏറ്റവും നല്ല അത് വേഗം കൊണ്ടുപോല. എന്നിട്ട് ഈ മക്കൾ പലപ്പോഴും പറയും, സാറേ ഞങ്ങളുടെ പാപ്പ ചെറിയ പ്രായത്തിൽ പാടത്തും പറമ്പിലും കടയിലും ഗൾഫിലാണെങ്കിലും ബഗാലയിലും ഈ ബൂഫിയയിലൊക്കെ ജോലി ചെയ്ത് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ തിരിച്ചൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ചില ആൾക്കാർ പറയും, ഇത്ര പെട്ടെന്ന് വാപ്പ മരിച്ചു പോകുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വയസ്സ്? 79 വയസ്സുള്ള ആ വാപ്പ അതിന് പെട്ടെന്ന് എങ്ങനെ പറയാ? 79 പറഞ്ഞാൽ പെട്ടെന്നാണോ? പറയും 79 പെട്ടെന്നാണോ? ഉമ്മത്തിന്റെ ആയുസ് എത്രയാ പറഞ്ഞതെന്നറിയോ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ ആയത്ത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് 70 കഴിഞ്ഞ 9 ബോണസും കിട്ടിയിട്ട് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വാപ്പ മരിച്ചു എന്ന് വിചാരിച്ചില്ല. അത് പെട്ടെന്നിന്റെ വിഷയമല്ല. എന്താ സംഭവം? ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, പാപ്പാക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്യണമായിരുന്നു, പാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി സമയം മാറ്റി വെക്കണമായിരുന്നു എന്ന ചിന്തയിൽ പരാജയപ്പെട്ടതാണ് കാരണം.